ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നുത്തോലി കറിയാണ്. നുത്തോലി കറിക്ക് വേണ്ട ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നുത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് പുളി ഞാനിങ്ങനെ വെള്ളത്തിൽ ഊറാനിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ട് നമുക്ക് വഴട്ടിയെടുക്കാനായിട്ട് സവോളയുണ്ട്, ഒരു മീഡിയം സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടൊമാറ്റോ അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പച്ചമുളക് ആവശ്യത്തിന്. പിന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, ഒരു വലിയൊരു തേങ്ങയുടെ ഒരു പകുതി മുറി എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനായിട്ട് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഈ മീനിൻ്റെ നുത്തോലിക്കറിക്ക് നമുക്ക് മല്ലിപ്പൊടി വളരെ കുറച്ച് ആവശ്യമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ ജീരകം മസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഈ കൂട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ ഫ്ലെയിം കത്തിച്ചു. ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചു. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ യൂസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ അതിലേക്ക് ചേർത്തു. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് അതിലേക്കിടുക. നമ്മൾ 1/2 ടീസ്പൂണോളം കടുക് ഇട്ടു. അത് ഏതാണ്ട് പൊട്ടി വരുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇടുകയാണ്. ഏതാണ്ട് ഒരു വലിയ സവോളയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമ്മൾ അതിലേക്ക് ഇട്ടു. പിന്നെ അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇത് 3ഉം കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുകയാണ്. ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പെടുത്ത് ഇടുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഏതാണ്ട് ഒരു ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇനി ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റി കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഇടയ്ക്ക് കിണ്ടി കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ഇച്ചിരി കൂടി ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ട് കിട്ടും നമുക്ക്. ഈ കറി നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ കൂട്ടിക്കഴിക്കാം. ഇതിൻ്റെ കൂടെയും വളരെ സ്വീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വളരെ കളർഫുള്ളാണ്. നമ്മൾ തിക്കായിട്ടാണ് വയ്ക്കുന്നത്. ജസ്റ്റ് മരച്ചീനിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. നമ്മുടെ ഉള്ളി ഏതാണ്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി അരച്ച് വെച്ചിരിക്കുന്ന മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ സവോളയിലും തക്കാളിയിലും പച്ചമുളകിലും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിന് എടുത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു നല്ലൊരു കട്ടിപ്പരുവായിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാണ്ട് ഇതിലൊരു തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിള വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നുത്തോലി നമ്മൾ അതിലോട്ട് ഇടത്തുള്ളൂ. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാനിപ്പോൾ വച്ചിരിക്കുന്നത്. അപ്പോൾ മീനൊക്കെ ഇട്ട് വരുമ്പോഴേക്കും അതൊരു നല്ലൊരു തിക്കായിട്ട് മാറും. കറിയിൽ ഏതാണ്ട് തിള വന്നു. നമുക്കിതിലേക്ക് ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നുത്തോലി നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ നുത്തോലി ആഡ് ചെയ്തു. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വേഗം വിടുക. നമ്മൾ നല്ല ഹെൽത്തിയാണ്. കുഞ്ഞു മക്കൾക്കും ഗർഭിണികൾക്കും നമുക്ക് കൊടുക്കാം. ഒത്തിരി കാൽസ്യം കിട്ടും ഇതിൻ്റെ മുള്ളോടുകൂടി നമ്മൾ കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഒത്തിരി ഹെൽത്തിയാണ്. അപ്പോൾ ഇതൊന്ന് വേവുന്നത് വരെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്ട് അത് വറ്റി ഒരു നല്ലൊരു പരുവായിട്ടുണ്ട്. നുത്തോലി ആയതുകൊണ്ട് നമുക്കധികം വേവിൻ്റെ ആവശ്യമില്ല. അത് ഏതാണ്ട് വെന്ത് കഴിഞ്ഞ് നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഞാനത് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുത്തോലി കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുത്തോലി കറി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാവി പറക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.